നമുക്കാദ്യം ബ്രഹ്മചാരി എന്ന സിനിമയിലെ ജയ ശശികുമാർ സംവിധാനം ചെയ്ത സിനിമയാണ്. വയലാർ എഴുതി വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഒരു പാട്ട്. പ്രേം നസീറാണ് സിനിമയിലെ നായകൻ. പ്രേം നസീർ പാടുന്ന പാട്ട്. ആ പാട്ട് എന്തുകൊണ്ടാണ് പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കുന്നത് എന്നല്ലേ, അത് പിന്നീട് പറയാം. ആദ്യം നമുക്കത് കേൾക്കാം. പ്രേക്ഷകർ കേട്ടത് ഒറിജിനൽ പാട്ടല്ല, അത് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് പാടി ചേർത്തതാണ്. ഒറിജിനൽ പാട്ട് സാങ്കേതികമായി ഉൾപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ്. ഈ പാട്ട് ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കെ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവ് ഈ പാട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. 4 വരി മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പൂർണ്ണമായും ആ പാട്ട് പ്രേം നസീർ പാടി അഭിനയിക്കുന്ന രംഗമാണ് കെ മുരളീധരൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചു മാധ്യമപ്രവർത്തകർ എന്തിനാണ് ഇത്തരമൊരു പാട്ട് പോസ്റ്റ് ചെയ്യുന്നത് എന്ന്. അതിന് അദ്ദേഹം നൽകിയ മറുപടിയുണ്ട്. ആ മറുപടി നമുക്ക് കേൾക്കാം. ഇല്ല, അത് ബന്ധമൊന്നുമില്ല. അതെനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പഴയ ഗാനം ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടപ്പോൾ ഒന്ന് ഫേസ്ബുക്കിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതും ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ബന്ധമൊന്നുമില്ല. ശരി. കെ മുരളീധരൻ ഈ പാട്ട് പോസ്റ്റ് ചെയ്ത ഒരു സമയമുണ്ട്. ആ സമയം സന്ദീപ് വാര്യർ എന്ന BJP നേതാവ് കോൺഗ്രസിൽ ചേർന്നതിന് ശേഷമാണ്. കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്യുന്നത് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ചേർന്നുകൊണ്ടാണ്. എന്നാൽ എല്ലാ നേതാക്കൾക്കും അതിനോട് യോജിപ്പുണ്ടോ ഇല്ല എന്ന് വിളിച്ചു പറയുകയാണ് കെ മുരളീധരൻ ചെയ്തിരിക്കുന്നത് ഒരു ട്രോളിലൂടെ. കെ മുരളീധരൻ ഇത്രമാത്രം സഹൃദയനാണ്, ഇത്രമാത്രം ട്രോൾ ചെയ്യാൻ അറിയുന്ന ആളാണ് എന്നൊന്നും ഞങ്ങൾ ഇതുവരെ കരുതിയില്ല. വളരെ കർശന നിലപാടെടുക്കുന്ന രാഷ്ട്രീയ നേതാവാണ് എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നപ്പോൾ അദ്ദേഹം ട്രോളി കൊല്ലുക എന്ന് പറയുന്നില്ലേ, അതാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ട്രോളിയിരിക്കുന്നത് സന്ദീപ് വാര്യരെ മാത്രമല്ല കോൺഗ്രസിനെയുമാണ്, കോൺഗ്രസിൻ്റെ 2 നേതാക്കളെയുമാണ്. എന്ന് വെച്ചാൽ VD സതീശനെയും K സുധാകരനെയുമാണ്. VD സതീശനെയും K സുധാകരനെയും പിന്തുണക്കുന്നവരെയുമാണ്. ട്രോളുക എന്നതല്ല ഇതിനെ പറയുക, ട്രോളി കൊല്ലുക എന്നതാണ്. അതേക്കുറിച്ച് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞ വാചകങ്ങൾ പ്രേക്ഷകർ കേട്ടല്ലോ. അത് മാത്രമല്ല പറഞ്ഞത് കെ മുരളീധരൻ, അതിനപ്പുറവും പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നമുക്ക് കേൾക്കാം. ഞാൻ ഇന്നിപ്പോൾ TV കണ്ടു അങ്ങനെ കോൺഗ്രസിലേക്ക് വന്നു എന്ന്. അത് ഏതായാലും നല്ല കാര്യമാണ്. കാരണം പലരും കോൺഗ്രസ് വിടുന്നു എന്ന് പറയുമ്പോൾ പകരം ഒരു വാര കിട്ടിയ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് 2 ആഴ്ച മുമ്പ് വന്നിരുന്നെങ്കിൽ വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനെങ്കിലും പോവായിരുന്നു. കാരണം അത്രയേറെ അദ്ദേഹം രാഹുൽ ഗാന്ധിയൊക്കെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ്. ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ അന്ന് ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കേരളം മുഴുവൻ ഞാനൊക്കെ നടന്ന ആളാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് ജോഡോ യാത്ര നടത്തേണ്ടത് കാശ്മീരിലേക്കല്ല, ആൻഡമാൻ നിക്കോബാറിലേക്കാണ്. അവിടെ സവർക്കറെ തടവിൽ പാർപ്പിച്ച മുറിയിൽ പോയി നമസ്കരിച്ച് ക്ഷമാപണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ ശ്രീ രാഹുൽ ഗാന്ധിയെ ചികിത്സാർത്ഥം കോട്ടയ്ക്കൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കോട്ടയ്ക്കലല്ല കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ അങ്ങനെയുള്ള സന്ദീപ് വാര്യർ 2 ആഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണമാവുമായിരുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹം വന്നു, നല്ല കാര്യമാണ്. മറ്റു പല പാർട്ടികളും അധികം നോക്കി നടന്നില്ല. അപ്പോൾ ഏതായാലും കോൺഗ്രസിലേക്ക് വന്നു, സ്വാഗതം. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, ഈ സ്നേഹത്തിൻ്റെ കടയിൽ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിൻ്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് നിലനിർത്തണം. തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും വന്നതിന് സന്തോഷം. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗാന്ധിനെ കൊന്നതല്ല വെടികൊണ്ടപ്പം മരിച്ചാന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ BJPക്ക് വേണ്ടി പറഞ്ഞു എന്നല്ല. പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനിയിപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകണ്ട. കാരണം
ഞങ്ങളോടൊപ്പം നിന്ന് ഒരുപാട് നേതാക്കന്മാർ BJPയിലേക്ക് പോയല്ലോ. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. സന്ദീപ് വാര്യർ BJPയുമായി ഉടക്കി നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ മാധ്യമപ്രവർത്തകർ കെ മുരളീധരനോട് ചോദിക്കാറുണ്ട് സന്ദീപ് വാര്യരെ കോൺഗ്രസ് സ്വീകരിക്കുമോ എന്ന്. അപ്പോഴൊക്കെ അതിന് തീർത്തും എതിരായ നിലപാടാണ് സ്വീകരിച്ചത് കെ മുരളീധരൻ. പക്ഷേ ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തി. സ്വീകരിച്ചത് VD സതീശനും കെ സുധാകരനും. കെ സുധാകരൻ പൊന്നാട അണിയിക്കുന്നു, VD സതീശൻ കൈകൊടുത്ത് സ്വീകരിക്കുന്നു, കോൺഗ്രസ് നേതാക്കൾ മുദ്രാവാക്യം വിളിക്കുന്നു, കൈയടിച്ച് സ്വീകരിക്കുന്നു. പക്ഷേ ഈ നീക്കത്തോട് കോൺഗ്രസിന് പൂർണ്ണ യോജിപ്പുണ്ടോ? കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് കെ മുരളീധരനാണ്. മണ്ഡലത്തിലെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിനോട് യോജിപ്പുണ്ടോ എന്നത് മറ്റൊരു പ്രശ്നം. കോൺഗ്രസിന്റെ അഭിപ്രായം, കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം ഒന്നും ചോദിച്ചിട്ടല്ല ഇത്തരമൊരു തീരുമാനം VD സതീശനും കെ സുധാകരനും ചേർന്നെടുത്തത് എന്ന കാര്യത്തിൽ സംശയമേയില്ല. കെ സുധാകരൻ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്നത് മറ്റൊരു ചോദ്യമാണ്. കാരണം VD സതീശനാണ് ഈ നീക്കത്തിന് മുൻകൈയെടുത്തത്. കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യരെ കൊണ്ടുവന്നത്, ഹൈക്കമാൻഡിനെ പറഞ്ഞ് ധരിപ്പിച്ച് ഹൈക്കമാൻഡിന്റെ അനുമതി തേടിയത് എല്ലാം VD സതീശനാണ്. അതുകൊണ്ട് VD സതീശനാണ് ഇതിലെ പൂർണ്ണ ഉത്തരവാദിത്തം. അതിന് യാതൊരു സംശയം വേണ്ട. മറ്റ് നേതാക്കൾ ഇപ്പോൾ കെ മുരളീധരൻ എതിരായ നിലപാടെടുത്തു. ഇനി രമേശ് ചെന്നിത്തലയുണ്ട്, മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്. അവരൊക്കെ എന്തു പറയും എന്നത് വലിയ ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇലക്ഷൻ കഴിയുന്നതുവരെ മറ്റ് നേതാക്കൾ ഒന്നും പറയാൻ സാധ്യതയില്ല. പക്ഷേ കെ മുരളീധരൻ ഇപ്പോൾ തന്നെ വെടി പൊട്ടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അത് ട്രോളി കൊന്നുകൊണ്ടാണ്. ട്രോളി കൊന്നത് സന്ദീപ് വാര്യരെ മാത്രമല്ല VD സതീശനെയും കെ സുധാകരനെയും കൂടിയാണ് എന്നതാണ് അതിലെ ഏറ്റവും വലിയ തമാശ. പ്രതിഷേധം ഉയരുന്നുണ്ട് കോൺഗ്രസിനകത്ത്. സന്ദീപ് വാര്യരെ കൊണ്ടുവന്നതിനെ കുറിച്ച് തന്നെ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായമുണ്ട് എന്നത് വെളിപ്പെടുകയാണ് കെ മുരളീധരൻ്റെ ഈ പ്രതികരണത്തിലൂടെ.